ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജീവിപ്പാൻ ദൈവം നൽകിയ ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. ശ്രീബുദ്ധൻ്റെ അടുക്കൽ കരഞ്ഞു കലങ്ങി കണ്ണുമായി എത്തിയ സ്ത്രീ സങ്കടം ബോധിപ്പിച്ചു. ആറ്റുനോറ്റുണ്ടായ മകൻ കുഴഞ്ഞു വീണു മരിച്ചു, എനിക്കവനെ തിരികെ തരണം. അവൾ അലമുറയിട്ടു. ബുദ്ധൻ ആ സ്ത്രീയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ വേഗത്തിൽ പോയി ഒന്നും മരിക്കാത്ത വീട്ടിൽ നിന്ന് നാഴി ഉപ്പ് വാങ്ങിക്കൊണ്ടുവരിക. ബാക്കി കാര്യം ഞാൻ ചെയ്തു തരാം. അവൾ അത് കേട്ടതും അടുത്തുള്ള വീട്ടിൽ കയറി ഉപ്പ് ചോദിച്ചു. വ്യവസ്ഥകൾ കേട്ട വീട്ടുകാർ പറഞ്ഞു, ഇവിടെ അച്ഛൻ മരിച്ചിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. അവൾ അവിടെ നിന്ന് ഓടി അടുത്ത വീട്ടിൽ ചെന്നു. അവർ പറഞ്ഞു, ഇവിടെ മകൻ മരിച്ചിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അവൾ ഓടി ഓടി അനവധി വീടുകൾ പിന്നിട്ടു. ഓരോ വീട്ടിലും അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, ചിറ്റമ്മ മരിച്ചു, അമ്മാവൻ മരിച്ചു, മകൻ മരിച്ചു, മകൾ മരിച്ചു. ഇങ്ങനെ എല്ലാ വീടുകളിലും മരണം സംഭവിച്ചിരിക്കുന്നു. ഉപ്പിനു വേണ്ടി ഓടിത്തളർന്ന് നിരാശയായ സ്ത്രീ ബുദ്ധൻ്റെ അടുക്കൽ മടങ്ങിയെത്തി. ബുദ്ധൻ ചോദിച്ചു, ഉപ്പ് കിട്ടിയോ? ഇല്ല, എല്ലാ വീട്ടിലും ഒന്നിലധികം മരണം സംഭവിച്ചിട്ടുണ്ട്, അതിനാൽ ഉപ്പ് വാങ്ങിയില്ല. അവൾ തേങ്ങി. ബുദ്ധൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ വീട്ടിലും സംഭവിച്ചതേ നിങ്ങളുടെ വീട്ടിലും സംഭവിച്ചുള്ളൂ. അതിനാൽ ആശ്വാസം പ്രാപിക്കുകയാണ് ആവശ്യം. കഴിഞ്ഞ പാഠത്തിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ചിന്തിച്ചത്. ഇന്നും ഉപ്പിനെക്കുറിച്ച് തന്നെ ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. ഉപ്പിട്ടവനെ ഉള്ള കാലം ഓർക്കണം എന്നുള്ള പഴഞ്ചൊല്ല് ഓർമ്മയിൽ വരുന്നു. അറുത്ത കൈക്ക് ഉപ്പിടാത്തവൻ എന്ന ഒരു ചൊല്ലും നിലവിലുണ്ട്. ഒരാൾ മറ്റൊരാളുടെ വീട്ടിൽ നിന്ന് ഒരു പരൽ ഉപ്പെങ്കിലും വാങ്ങിയാൽ അവർക്ക് തമ്മിൽ അഭേദ്യമായ സ്നേഹബന്ധം നിശ്ചയമായി ഉണ്ടായിരിക്കും എന്നുള്ളതിനെ സൂചിപ്പിച്ചുകൊണ്ട് എബ്രായർ ആ നിയമത്തെ ലവണ നിയമം എന്ന് പറയുന്നു. ശാശ്വതമായതും ലംഘിച്ചുകൂടാത്തതും ആയ നിയമത്തെ ആകുന്നു ലവണ നിയമം എന്ന് പറയുന്നത്. സംഖ്യാപുസ്തകം 18:1 മുതൽ ദൈവമായ കർത്താവും അരുളി ചെയ്ത കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അതിൻ്റെ 19-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്: ഇസ്രായേൽ മക്കൾ കർത്താവിന് അർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളിൽ ഉദർച്ചാർപ്പണങ്ങളെല്ലാം ഞാൻ നിനക്കും നിൻ്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വതാവകാശമായി തന്നിരിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നിനക്കും നിൻ്റെ സന്തതിക്കും ഇത് എന്നേക്കും ഒരു ലവണ നിയമം ആകുന്നു. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 13-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം രണ്ടായി പിരിഞ്ഞ് ഇസ്രായേൽ എന്നും യഹൂദ എന്നും ഉള്ള പേരോടുകൂടി തമ്മിൽ മത്സരിച്ചു വന്ന കാലത്ത് ഉണ്ടായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. യൊരോബയാം ഇസ്രായേലിൻ്റെ രാജാവും അബിയാവ് യഹൂദയുടെ രാജാവുമായി വാണകാലത്ത് അബിയാവിനും യൊരോബയാമിനും തമ്മിൽ യുദ്ധമുണ്ടായി. 13:3 അബിയാവ് 4 ലക്ഷം ശ്രേഷ്ഠ യുദ്ധവീരന്മാരുള്ള ഒരു സൈന്യത്തെ അണിനിരത്തി. യൊരോബയാം 8 ലക്ഷം ശ്രേഷ്ഠ യുദ്ധവീരന്മാരുള്ള സൈന്യത്തെയും അണിനിരത്തി. എന്നാൽ അബിയാവ് എഫ്രൈം മലനാട്ടിലെ സെമരായിം മലമുകളിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, യൊരോബയാമും എല്ലാ ഇസ്രായേലും ആയുള്ളവരെ കേൾപ്പിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിൻ്റെ രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിനും അവൻ്റെ പുത്രന്മാർക്കും സദാകാലത്തേക്ക് നൽകിയിരിക്കുന്നു. ഈ ഒരു ഉറപ്പിന്മേൽ യുദ്ധം ആരംഭിച്ചു. 15-ാം വാക്യം മുതൽ വായിക്കുന്നത്, യഹൂദ പുരുഷന്മാർ ആർത്തു വിളിച്ചപ്പോൾ ദൈവം യൊരോബയാമിനെയും എല്ലാ ഇസ്രായേലിനെയും അബിയാവോടും യഹൂദരോടും തോൽക്കുമാറാക്കി. ഇസ്രായേലിയർ യഹൂദ്യരുടെ മുമ്പിൽ നിന്ന് ഓടി. അബിയാവും അവൻ്റെ ജനവും അവരെ കഠിനമായി തോൽപ്പിച്ചു. ഇസ്രായേലിൽ 5 ലക്ഷം ശ്രേഷ്ഠ യോദ്ധാക്കൾ ഹതന്മാരായി വീണു. ഇസ്രായേലിർക്ക് താഴ്ച വന്നു. യഹൂദരോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ചതുകൊണ്ട് ജയം പ്രാപിച്ചു. ദൈവത്തിൻ്റെ ലവണ നിയമത്തിൽ ആശ്രയിച്ചു, ജയം കണ്ടു. ദൈവിക വാഗ്ദത്തങ്ങൾ ലവണ നിയമങ്ങൾ തന്നെയാണ്. മാറ്റമില്ലാത്തതും മാറിപ്പോകാത്തതുമായ ആ വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിച്ച് വിശ്വാസത്തിൽ ഉറയ്ക്കുന്നവർ ജയം കൊള്ളുക തന്നെ ചെയ്യും. 35 വർഷങ്ങൾക്കപ്പുറം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് കടൽക്കാറ്റ് കൊള്ളുകയും പടിഞ്ഞാറൻ ദേശത്ത് താമസിക്കുകയും ചെയ്യുന്നവർക്ക് ഗോയിറ്റർ, തൈറോയിഡ് മുതലായവ രോഗങ്ങൾ വരാൻ സാധ്യത കുറയും എന്നാണ്. ഉപ്പുകാറ്റിന് അവയെ ചെറുക്കുന്നതിനുള്ള ശേഷി ഉണ്ടത്രേ. അന്ന് ഉപ്പളങ്ങൾ കേരളക്കരയിലുണ്ടായിരുന്നു. ഈ ഉപ്പളങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കല്ലുപ്പ് എല്ലാ പലചരക്ക് കടകളുടെയും പുറത്തെ ചാക്കിലുണ്ടാവും. അതിലെ ചെളിക്കട്ട വരെ ഔഷധമായി ഉപയോഗിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ സുഗമമായി പോകുന്ന സമയത്ത് പല കമ്പനികളും
പളപളാ തിളങ്ങുന്ന ശുദ്ധീകരിച്ച ഉപ്പ്, അതും അയഡിൻ ചേർത്ത് സുരക്ഷിതമാക്കിയത് പാക്കറ്റുകളിലാക്കി ഇറക്കി തുടങ്ങി. ജനം ആ തിളക്കത്തിൽ ആകർഷകരായി. ഫലമോ തൈറോയ്ഡ് ക്ലിനിക്കുകൾ എല്ലാ സ്ഥലങ്ങളിലും മുളച്ചു തുടങ്ങി. ഇപ്പോൾ കമ്പനികൾ അയഡിൻ ഇല്ലാത്ത ഉപ്പ് എന്ന് പരസ്യപ്പെടുത്തി വിൽപ്പന നടത്തുന്നുണ്ട്. ഇന്ന് സർവ്വസാധാരണയെ കണ്ടുവരുന്ന രോഗമാണ് സോഡിയം കുറച്ചൽ. ചേർച്ചയില്ലാത്തവ പറയുന്നവരെ പരിഹസിച്ച് സോഡിയം കുറഞ്ഞതാണെന്ന് തോന്നുന്നു എന്ന് ഒരു ചൊല്ലു തന്നെ ഉണ്ടായിട്ടുണ്ട്. അത്രയ്ക്ക് സാർവത്രികമായിരുന്നു സാരം. സോഡിയം ഒരാളിൽ കുറഞ്ഞാൽ പല നിലയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. എനിക്ക് അടുത്ത് അറിയാവുന്ന വ്യക്തിയാണ് ആപ്പച്ചൻ. ഇന്ന് അദ്ദേഹത്തിന് 63 വയസ്സുണ്ട്. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യേക സാഹചര്യത്തിൽ എറണാകുളത്തെ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു. പരിശോധനകൾക്കൊടുവിൽ സോഡിയം കുറഞ്ഞതായി കണ്ടു. ചില ദിവസങ്ങളിലെ ചികിത്സയ്ക്ക് ശേഷം ഡിസ്ചാർജ് ആയപ്പോൾ കൊടുത്തയച്ചത് 3 ഗ്രാം വീതം പാക്കറ്റിൽ സീൽ ചെയ്ത ഉപ്പ് പരലുകൾ. അതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞുകൂടാ. എങ്കിലും പ്രധാന ഭാഗം ഉപ്പായിരുന്നു. ദിവസം 2 നേരം ഒരാഴ്ച കഴിക്കാൻ പറഞ്ഞു. അത്യാവശ്യം ഉപ്പ് ആഹാരത്തോട് ചേർത്ത് കഴിക്കാനും നിർദ്ദേശിച്ചു. ആൾ ഇന്നും ആരോഗ്യവാനായിരിക്കുന്നു. അധികമായാൽ അമൃതം വിഷം എന്നുള്ള ചൊല്ലും മറക്കുന്നില്ല കേട്ടോ. എല്ലാ ധാതുലവണങ്ങളും ആവശ്യത്തിന് ശരീരത്തിൽ ഉണ്ടായേ പറ്റൂ എന്ന് വൈദ്യശാസ്ത്രവും സമ്മതിക്കുന്നുണ്ട്. കുട്ടിയുമായി ഒരു മാന്യ ദേഹം പീഡിയാട്രീഷ്യൻ്റെ അടുക്കലെത്തി. കുട്ടിയെ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ ചോദിച്ചു, എങ്ങനെയാണ് കുട്ടിയുടെ ദിനചര്യകൾ? അവർ പറഞ്ഞു, ആറ്റുനോറ്റ് കിട്ടിയ കുട്ടിയാണ്, വേണ്ട ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ആഹാര കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. വീടിന് പുറത്തിറങ്ങി വെയിലും മഴയും ഒന്നും ഏൽക്കാൻ അനുവദിക്കാറില്ല. വീടെല്ലാം ശീതീകരിച്ച നിലയിലുള്ളതാണ്. യാത്രാ സൗകര്യങ്ങളും അങ്ങനെ തന്നെ. എല്ലാം കേട്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ അധികമായ കരുതലാണ് കുട്ടിക്ക് അപകടം. ഈ നില തുടർന്നാൽ എന്തായിത്തീരുമെന്ന് പറയുക വയ്യ. ഏതായാലും കുട്ടിയെ മനുഷ്യക്കുഞ്ഞിനെ വളർത്തുന്നത് പോലെ തന്നെ വളർത്തുക. പ്രതിരോധ ശക്തിയുടെ കുറവാണ് കുട്ടിക്കുള്ളത്. അത് വീണ്ടെടുക്കുവാൻ മരുന്നുകൊണ്ട് മാത്രം ആവില്ല. പ്രകൃതിയോട് ഇണങ്ങി സമൂഹത്തോട് ഇടപഴകി ജീവിച്ചു വരുമ്പോൾ പ്രതിരോധ ശക്തി താനേ ഉണ്ടായിക്കൊള്ളും. കുട്ടിയുടെ ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കും. ഈ ഉപദേശത്തിന് ഡോക്ടറോട് നന്ദിയും പറഞ്ഞ് അവർ യാത്രയായി. ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥകൾ അതുപോലെ അനുസരിക്കാതെ അതിനോട് മനുഷ്യൻ്റെ പഠനവും ചിന്താഗതിയും അനുസരിച്ച് കൂട്ടുവാനും കുറയ്ക്കുവാനും പോകുമ്പോൾ അപകടം വരും. അരുതാത്തത് വിളിച്ചു വരുത്താതെ ആവർത്തന പുസ്തകം 28:1 പറയും പ്രകാരം നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് കൽപ്പനകൾ അനുസരിച്ച് നടന്നാൽ നിനക്ക് ഉന്നതമായ അവസ്ഥയിൽ എത്താം. എന്നാൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കാതെയും അനുസരിക്കാതെയും ഇരുന്നാൽ ശാപം നിന്റെ മേൽ വരുമെന്ന് 28:15 പറയുന്നു. അതുതന്നെ വെളിപ്പാട് പുസ്തകം 1:3 വായിക്കുന്നുണ്ട്. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഈ ഭാഗ്യവർണ്ണന സ്വർഗത്തിലെത്തിയതിനു ശേഷം കിട്ടുന്നതിനെക്കുറിച്ച് മാത്രമല്ല, ഭൂമിയിലായിരിക്കുമ്പോഴും ഉണ്മാനും ഉടുപ്പാനും കുടിപ്പാനും കിടപ്പാനും ഉള്ളതിന് മുടക്കം വരികയില്ല എന്ന ആശയത്തിലും കൂടെയാണ്. ആകയാൽ ദൈവവചനമനുസരിച്ച് ഭാഗ്യവാന്മാരായി തീരുവാൻ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.